الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون സഹോദരന്മാരെ സഹോദരികൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏകനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആ രൂപത്തിൽ ജീവിക്കുവാനും മരണമടയുവാനും റഹ്മാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഓതിവെച്ച വചനം ഏറെ സുപരിചിതമാണ്. വിശിഷ്യ പരിശുദ്ധ റമളാൻ പടിവാതുക്കൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിശദീകരിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ കേൾക്കുകയും കേൾക്കേണ്ടതും അതിൻ്റെ ആശയം ഉൾക്കൊള്ളേണ്ടതുമായ ഒരു വചനമാണ് സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ഈ വചനം. അനവധി കാര്യങ്ങൾ ഈ വചനത്തിലൂടെ അല്ലാഹു ഉണർത്തുന്നുണ്ട്. ഇതിലാദ്യം പരാമർശിക്കുന്നത് റമളാൻ മാസത്തെക്കുറിച്ചാണ്. ഷഹ്റു റമളാൻ, റമളാൻ മാസം. എന്താണ് ഈ മാസത്തിന്റെ ശ്രേഷ്ഠത? അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ മാസത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അതാണ് അതിന്റെ ശ്രേഷ്ഠത. അങ്ങനെയുള്ള ഈ മാസം പിന്നെ എന്തിനാണ് ഖുർആൻ? ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മാനവർക്ക് മാർഗദർശനമാണ്. അതുപോലെ മാർഗദർശനത്തിൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളാണ്, സത്യാസത്യ വിവേചനവുമാണ് ഖുർആൻ. ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം റമളാൻ. അതുകൊണ്ട് എന്ത് വേണം?
ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്ർ, നിങ്ങളിൽ ആര് ആ മാസത്തിൽ ഹാജരുണ്ടോ, ജീവിച്ചിരിക്കുന്നുവോ, ഫൽയസും, ആ മാസം അവൻ നോമ്പനുഷ്ഠിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇനി ആ മാസത്തിൽ വമൻ കാന മരീദൻ ഔ അലാ സഫർ, രോഗിയായി അല്ലെങ്കിൽ യാത്രയിലായി, എന്നാൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, ആ സന്ദർഭത്തിൽ എത്ര നഷ്ടപ്പെട്ടുവോ അത് ബാക്കിയുള്ള ദിവസങ്ങളിൽ എണ്ണി പൂർത്തിയാക്കേണ്ടതാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അള്ളാഹു നിങ്ങൾക്ക് പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തിനാണ് മറ്റൊരു സന്ദർഭത്തിൽ അത് നോറ്റ് വീട്ടണം എന്ന് പറഞ്ഞത്? അത് വലിതുകമ്മിലുൽ ഇദ്ദ, ആ എണ്ണം പൂർത്തിയാക്കാനാണ്. ഒരു മാസത്തെ നോമ്പ് അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ, അങ്ങനെ ഈ റമളാൻ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് മാർഗദർശനം നൽകിയ അള്ളാഹുവിനെ വാഴ്ത്തുക, തക്ബീർ ചൊല്ലുക, അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി തീരുകയും ചെയ്യുക. അപ്പം ഏതാണ്ട് ഈ വചനം ആദ്യം മുതൽ അവസാനം വരെ നോമ്പുണ്ട്, പെരുന്നാളിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വചനമായിട്ട് ഇതിനെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആന്റെ അവതരണമാണ് റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞു. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു മാസം റമളാൻ മാസമാണ്. അതിന് കാരണം ഇതാണ്, അല്ലാതെ വേറൊന്നുമല്ല. അത്രയും പവിത്രമായ ശ്രേഷ്ഠമായ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്നുള്ള നിലയിൽ ആ മാസം മുഴുവൻ അതിന്റെ അനുയായികൾ, വിശ്വാസികൾ നോമ്പനുഷ്ഠിച്ചേ തീരും. അതാണ് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. അവിടെ ആ മൻ എന്നുള്ള പ്രയോഗം ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ല, ചെറുതെന്നോ വലുതെന്നോ എന്നുള്ള വേർതിരിവില്ല. ആ നിലയിൽ പറഞ്ഞതിന് ശേഷം പൊതുവെ മനുഷ്യന് സംഭവിക്കാവുന്ന കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ രോഗമുണ്ടാകാം, യാത്രയിലാകാം. ആ സന്ദർഭത്തിൽ രോഗം ഉള്ള അവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കേണ്ടതില്ല. അതുപോലെ തന്നെ യാത്രയിൽ ക്ലേശം അനുഭവിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കേണ്ടതില്ല. എത്ര നോമ്പാണോ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് അത് മറ്റു കാലങ്ങളിൽ നോറ്റ് വീട്ടിയാൽ മതി. എന്നിട്ടാ പറയുന്നത് അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസത്തെ അല്ല. അപ്പൊ അള്ളാഹുവിന്റെ ആ കാരുണ്യം അവിടെയും നമ്മൾ കാണുകയാണ്, നമ്മൾ മനസ്സിലാക്കുകയാണ്. ആകട്ടെ, ഇപ്പൊ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു മാസം റമളാൻ മാത്രമാണെന്ന് പറഞ്ഞു. വേറെ പല സംഭവങ്ങളും ഖുർആനിൽ മാസങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. തന്നെയുമല്ല, ഈ യുദ്ധം നിഷിദ്ധമായ 4 മാസങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നിടത്ത് ഒന്നും തന്നെ ആ മാസങ്ങളുടെ പേര് പരാമർശിച്ചിട്ടില്ല. അതുപോലെ ഹജ്ജിന്റെ മാസങ്ങളുണ്ട്. ആ ഹജ്ജിന്റെ മാസങ്ങളെ കുറിച്ച് അശ്ഹുറും മഅലൂമാത്ത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അറിയപ്പെടുന്ന മാസങ്ങൾ ശവ്വാൽ എന്നോ ദുൽഖഅദ എന്നോ ദുൽഹിജ്ജ എന്നോ എവിടെങ്കിലും ഖുർആൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണൂല. അതേസമയം കാണുന്ന ഒരേ ഒരു മാസം ഈ റമളാനാണ്. അതിന് കാരണം അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റമളാനിൽ ജീവിച്ചിരിക്കാൻ കഴിയുക. ആ റമളാനിൽ നമുക്ക് നമ്മളോട് നിർദ്ദേശിച്ച ആരാധനാകർമ്മങ്ങൾ കുറ്റമറ്റ നിലയിൽ പരമാവധി ചെയ്യാൻ കഴിയുക. ആ രൂപത്തിൽ അതിനെ സ്വീകരിക്കാനുള്ള സൗഭാഗ്യമുണ്ടാവുക, അത് ഏറ്റവും മഹത്വമുള്ള കാര്യമാണ്. അപ്പോൾ ഈ വർഷത്തെ റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഒന്നുകിൽ 4 അല്ലെങ്കിൽ 5 നോമ്പിന്റെ ഒരവസ്ഥയിലേക്ക് എത്തുന്ന രൂപത്തിലാണ്. അത്ര അടുത്തിട്ടുണ്ട് നോമ്പ് എന്ന് സാരം. നോമ്പനുഷ്ഠിക്കാതെ അടുത്ത വെള്ളിയാഴ്ച നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ കഴിയില്ല, അള്ളാഹു ആയുസ് തരുമെങ്കിൽ. അപ്പൊ അതാണ്, അത്രമാത്രം അടുത്തിരിക്കുന്നു. അപ്പം ആ റമളാൻ മാസത്തെ വരവേൽക്കാനും സ്വീകരിക്കാനും ആരാധനകൾ കൊണ്ട് ധന്യമാക്കുവാനും തൗഫീഖ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ട് ഒരിക്കലും നാം കാണരുത്. ഒരു ബുദ്ധിമുട്ടിന്റെ നാളുകളായി വിചാരിക്കുകയും ചെയ്യരുത്. കാത്തിരിക്കേണ്ട നാളുകളാണിത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ അടുത്തു വരുമ്പോൾ കാന യുബശ്ശിറു അസ്ഹാബഹു, തന്റെ അനുയായികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാറുണ്ടായിരുന്നു എന്നാ പ്രയോഗം. നോമ്പടുത്തു എന്ന് പറയലല്ല ഈ യുബശ്ശിറു അസ്ഹാബഹു എന്ന, തന്റെ അനുചരന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കും. എന്തു പറഞ്ഞുകൊണ്ട്? ഖദ് ജാഅക്കും ശഹ്റു റമളാൻ, ഇതാ റമളാൻ മാസം നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നു. അത് ശഹ്റും മുബാറക്,
അനുഗ്രഹീതമായ മാസമാണ്. ഫറളല്ലാഹു അലൈക്കും സിയാമ, അതിൽ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിക്കാറുണ്ടായിരുന്നു എന്നാണ്. അത്രമാത്രം പരിഭാവനതയോടെ കാണുകയും നോക്കിക്കാണുകയും സ്വീകരിക്കുകയും ആ അള്ളാഹുവിന്റെ അതിഥിയെ ആദരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ടവരാണ് വിശ്വാസികൾ എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊതുവാസാരം. പിന്നെ റമളാന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് എമ്പാടും കാര്യങ്ങൾ ഹദീസുകളിൽ നിറഞ്ഞു നമുക്ക് നിൽക്കുന്നുണ്ട്. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി ഉൾക്കൊള്ളുന്ന മാസമാണ്. ഒരു നല്ല കാര്യം ചെയ്താൽ ഒരു നിർബന്ധ കാര്യം മറ്റു കാലങ്ങളിൽ ചെയ്യുന്നതിന് തുല്യമായ പ്രതിഫലമുള്ള മാസമാണ്. അതുപോലെ ഒരു നിർബന്ധ കർമ്മം ചെയ്താൽ മറ്റു കാലങ്ങളിൽ 70 ചെയ്യുന്നതിന് തുല്യമായ പ്രതിഫലമുള്ളതാണ്. അത് ക്ഷമയുടെ മാസമാണ്. ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. അനുഗ്രഹത്തിന്റെ മാസമാണ്. പാപമോചനത്തിന്റെ മാസമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എമ്പാടും വർഷിക്കുന്ന മാസമാണ് എന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പരാമർശിച്ചു പോരുന്നുണ്ട് റമളാന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് എന്ന് നാം മനസ്സിലാക്കുക. അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര റമളാൻ നമുക്ക് കിട്ടുന്നുവോ അത്രയും പദവി നമുക്ക് പരലോകത്തുണ്ടാവുന്ന. അങ്ങനെ റമളാൻ നമ്മളൊന്ന് കാണണം. ഇപ്പൊ നമ്മൾക്കൊക്കെ ഒരു 10, 68, 70 വയസ്സായി എന്ന് വിചാരിച്ചാൽ ഒരു 6 വർഷം 6ാമത്തെ വയസ്സ് മുതൽ മിക്കവാറും മുൻകാലങ്ങളിൽ കുട്ടികളെ നോമ്പ് അനുഷ്ഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ നമ്മളിപ്പോ എത്ര വർഷം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടാകും? ഇത്രയും ഭാഗ്യം അല്ലാഹു നൽകിയെങ്കിൽ അത് അതിൻ്റെതായ രൂപത്തിൽ നമുക്ക് അനുഷ്ഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക, നമുക്ക് നേടേണ്ട സൗഭാഗ്യം എത്ര വലുതായിരിക്കുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സൗഭാഗ്യം നേടുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാർക്ക് ആ ഒരു പ്രചോദനം, റമളാനിൽ സൽക്കർമ്മനിരതരായി ജീവിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച് വല്ലാത്ത സന്തോഷ വാർത്തയാണ് അറിയിച്ചത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതിനു പുറമെ ഒരു സംഭവം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഹീഹുൽ ജാമിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. തൽഹത്ത് ബിൻ ഉബൈദുള്ള എന്ന് പറയുന്ന സ്വഹാബി പറയുന്ന സംഭവമാണ്. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പുറത്തുനിന്ന് ഏതോ 2 മനുഷ്യന്മാർ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ച ആ മതം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജീവിക്കാൻ തുടങ്ങി. അതിൽ ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി, ഷഹീദായി, രക്തസാക്ഷിയായി. അടുത്തയാള് രണ്ടാമൻ, ഇയാൾ രക്തസാക്ഷി ആയതിനു ശേഷം 1 വർഷം ജീവിച്ചിട്ട് നമ്മളൊക്കെ സാധാരണ കിടക്കയിൽ കിടന്ന് മരിക്കുന്നത് പോലെ, സാധാ മരണം പോലെ അദ്ദേഹം മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ച സന്തോഷ വാർത്ത എന്താണെന്നറിയോ? ആ രണ്ടാമത്തെ വ്യക്തിയാണ് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ പദവിയിലോ ഉള്ളത് എന്നാണ്. സഹാബത്ത് അന്തം വിട്ടു. അതെന്തേ? രക്തസാക്ഷിത്വമല്ലേ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ. രക്തസാക്ഷിത്വത്തിന് അതിൻ്റെതായ പദവിയുണ്ട്, അംഗീകാരമുണ്ട്, അതിനെ ഒന്ന് കുറച്ച് കാണിക്കുകയല്ല. പക്ഷെ റമളാൻ മാസം കിട്ടുക എന്നുള്ളത് ഇത്തിരി പുണ്യമുള്ള കാര്യം തന്നെയാണ്. അത് വല്ലാത്ത സൗഭാഗ്യമാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറു ചോദ്യം എന്താന്ന്, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന, ഒന്നാമൻ രക്തസാക്ഷി ആയതിനു ശേഷം 1 വർഷം ഈ മനുഷ്യൻ ജീവിച്ചിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതെ, സഹാബത്ത് പറഞ്ഞു ജീവിച്ചിരുന്നു. അടുത്ത ചോദ്യം, വഅദ്റക റമളാന ഫസാമഹു, 1 റമളാൻ കൂടി അദ്ദേഹത്തിന് കിട്ടുകയും ആ റമളാനിൽ അദ്ദേഹം വ്രതമനുഷ്ഠിക്കുകയും ചെയ്തില്ലേ? സഹാബത്ത് പറഞ്ഞു അതെ, അത് തന്നെ. ഇതാണ് റമളാൻ സ്വീകരിക്കാൻ കഴിയുക, അതിൽ ജീവിക്കാൻ കഴിയുക, വ്രതാനുഷ്ഠാനത്തോടെയും ഇബാദത്തുകളെയും കൂടെ അതിനെ ധന്യമാക്കുക. അതിനുള്ള അത്ര വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ് നമ്മിലേക്ക് അടുത്ത് വരുന്നത് എന്ന് നാം മനസ്സിലാക്കുക. തന്നെയുമല്ല, പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ ആരാണ് അയ്യുന്നാസി ഖൈർ, മനുഷ്യരിൽ ഏറ്റവും നല്ലവൻ ആരാണ് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ഏറെക്കാലം ജീവിച്ചിരിക്കാൻ ഭാഗ്യം സിദ്ധിക്കുക, എന്നിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുകയും ചെയ്യുക.
അവനാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അല്ലാതെ ആയുസ് ചുരുക്കി പെട്ടെന്ന് പോകാന്നുള്ള ചിന്തയ്ക്ക് സ്ഥാനമില്ല. പരമാവധി ആയുസ് കിട്ടുക, ആ ആയുസ്സിൽ ചെയ്യാവുന്ന നന്മകളെല്ലാം ചെയ്യുക, അവർക്ക് മംഗളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ടും കാണാം. തൂബ ലിമൻ താല ഉംറുഹു വഹസുന അമലുഹു. ഏറെക്കാലം ജീവിച്ചിരിക്കാൻ കഴിയുന്നവർക്കും ആ ഏറെക്കാലം നല്ല കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നവർക്കും സർവമംഗളങ്ങളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ അത് പൊതുവെ നമ്മുടെ ആയുസ്സിനെ കുറിച്ചും സൽക്കർമ്മങ്ങളെക്കുറിച്ചും അതിൽ നിരതരാകേണ്ട ആവശ്യത്തെക്കുറിച്ചുമാണ് പരാമർശിച്ചത് എങ്കിൽ ഒരു നോമ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു എങ്കിൽ അത് നമുക്കും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാൻ ബാധ്യതയുള്ളതാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ശ്രേഷ്ഠത കൊടുക്കാൻ കാര്യം? ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചു, ഖുർആനിലെ വചനം പഠിപ്പിച്ചതുപോലെ ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമില്ലാത്ത വിധം അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അത് തന്നെയാണ് കാരണം. തന്നെയുമല്ല, ഈ വിശുദ്ധ റമദാനിൽ ഖുർആൻ മാത്രമല്ല അവതരണീയമായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹീഹുൽ ജാമിഇൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ, വാസിലത്ത് ഇബ്നുൽ അസ്ഖയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഏടുകൾ, സുഹുഫ് ഇബ്രാഹിം എന്നാണ് നമ്മൾ ഓതാറുള്ളത്. സുഹുഫ് ഇബ്രാഹിം വ മൂസ, നമുക്ക് പരിചിതമായ ഒരു പദമാണത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ആ സുഹുഫ് അവതരിപ്പിച്ചു കൊടുത്തത് ഒരു റമദാൻ മാസത്തിലെ ആദ്യത്തെ രാത്രിയിലാണ് എന്നാണ്. അതുപോലെ തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്തത് റമദാനിലെ 6ാമത്തെ ദിവസമാണ് എന്നാണ്. ഇഞ്ചീല് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അവതരിപ്പിച്ചു കൊടുത്തത് റമദാനിലെ 8ാമത്തെ ദിവസമാണ് എന്നാണ്. ഖുർആൻ റമദാനിലെ 24ാമത്തെ ദിവസത്തിന് ശേഷം അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് ഹദീസിൽ കാണാൻ നമുക്ക് സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വേദഗ്രന്ഥങ്ങളുടെ എല്ലാം അവതരണം ഉണ്ടായിരിക്കുന്നത് പ്രവാചകന്മാർക്ക്, അതിൽ ഇബ്രാഹിം നബിക്ക് ഏടുകൾ നൽകിയത്, അവതരിപ്പിച്ചു കൊടുത്തത് എല്ലാം റമദാനിലാണ്. ഖുർആനും റമദാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അപ്പൊ മറ്റ് വേദഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിന് വലിയ സവിശേഷതയുണ്ടല്ലോ. അതുകൊണ്ട് ആ സവിശേഷതയും കൂടി വരുമ്പോൾ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് ഒരു പ്രാധാന്യം കാണുന്നു എന്ന് നാം മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദഗ്രന്ഥങ്ങളുടെ ഇടയിൽ നമുക്ക് വേർതിരിവ് കാണിക്കാൻ പാടില്ല. ആ വേദഗ്രന്ഥങ്ങളുമായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അള്ളാഹുവിനാൽ നിയുക്തരായ പ്രവാചകന്മാരുടെ ഇടയിലും വേർതിരിവ് കാണിച്ചുകൂടാ. നമ്മളുടെ പ്രഖ്യാപനം എന്താ? ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി എന്നാണ്. അതനുസരിച്ച് നോക്കുമ്പോൾ ഇത്രമാത്രം സവിശേഷമായ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന, ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന ഒരു മാസമായതുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസം ഇതിന് നന്ദിയായിട്ട് നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ എന്നുള്ള ഗ്രന്ഥമുണ്ടല്ലോ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയ. ഖുർആൻ അവതരിച്ച മാസം നോമ്പ് പിടിച്ചുകൊണ്ട് അതിന് നന്ദി സൂചകമായി ഒരു മാസം കഴിച്ചുകൂട്ടൽ നിർബന്ധമായി നിശ്ചയിച്ചു. ഖുർആന്റെ അവതരണം കൊണ്ട് ധന്യമായ രാത്രി ലൈലത്തുൽ ഖദറിന് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠത നൽകി. എങ്കിൽ ഖുർആന്റെ ശ്രേഷ്ഠത എന്താ? ഖുർആൻ അവതരിച്ച നാളുകളിലെങ്കിലും ഞാനും നിങ്ങളും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അത്ര ശ്രേഷ്ഠതയുണ്ട് ആ ധന്യമായ ഗ്രന്ഥത്തിന്. അതുകൊണ്ടാണ് അത് പാരായണം ചെയ്യുന്നതിന് പ്രതിഫലം നൽകിയത്. അതുകൊണ്ടാണ് അത് വല്ല മലയുടെ മുകളിൽ ഇറക്കപ്പെട്ടിരുന്നുവെങ്കിൽ ആ മല തന്നെ തകർന്ന് തരിപ്പണ പോകുമായിരുന്നു എന്ന് പറഞ്ഞത്. അതൊക്കെ ഖുർആന്റെ ശ്രേഷ്ഠതയാ. ആ ശ്രേഷ്ഠതയുള്ള ഖുർആൻ അവതരിച്ച മാസം എന്നുള്ള നിലയിലാണ് റമദാൻ മാസത്തെ കാണേണ്ടതും നോമ്പനുഷ്ഠിക്കേണ്ടതും ഖുർആനുമായിട്ടുള്ള നമ്മളുടെ ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ടുപോവുകയും ചെയ്യേണ്ടത്. മറ്റ് നിരവധി ചരിത്ര സംഭവങ്ങൾ ഖുർആനിൽ റമദാൻ മാസത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഹിജ്റ 2ാം വർഷമാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിക്കപ്പെടുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 റമളാനെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 9 റമളാൻ, 9 വർഷത്തെ റമളാനുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കുകയും അതിൽ ആരാധനാ നിമഗ്നനായി തീരുകയും ഓരോന്നും എങ്ങനെ എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചറിയുകയും ചെയ്തു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾ ഒരു 6 വയസ്സിൽ നോമ്പ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാകും നമ്മളുടെ നോമ്പ് എന്ന് ചിന്തിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതല്ല. അപ്പൊ നോമ്പ് നിർബന്ധമാണ്. ഈ ഒറ്റ കാരണത്താൽ, ഖുർആൻ അവതരണീയമായ മാസമായതുകൊണ്ട് നോമ്പ് നിർബന്ധമാണ്. ആർക്ക്? ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇതൊക്കെ സാധാരണ നമ്മൾ വിശദീകരിച്ച് കേൾക്കപ്പെടാറുള്ളതാണ്. അപ്പൊ നോമ്പ് നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടു, അവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുന്നു. എന്താ ലക്ഷ്യം? തഖ്വ ആർജിക്കുക എന്നുള്ളതാണ്, ധർമ്മനിഷ്ഠ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ നിലയിൽ അത് പറയുന്നു. അപ്പം നോമ്പ് അകാരണമായി ഒരു വിശ്വാസി വിട്ടുകൂടാ. ഇത് നമുക്കൊക്കെ സാധാരണയായി നോമ്പ് ഇങ്ങോട്ട് അടുത്ത് വരുമ്പോൾ ഒരു വലിയ നോമ്പ് പിടുത്തവും ബഹളവും ഒക്കെ ഉണ്ടാവും. ഒരു 3-4 ദിവസം പിന്നിടുമ്പോൾ പിന്നെ മെല്ലെ മെല്ലെ ഉൾവലിയും. പിന്നെ നമുക്ക് ആ നോമ്പ് കത്തല് പിന്നെ അവസാനത്തെ 10 27 രാവ് വരുമ്പോഴാണ് പിന്നെ ഒരു കത്തല് കത്തുന്നത്. അങ്ങനെയല്ല. എന്നാണോ നോമ്പ് പ്രഖ്യാപിക്കപ്പെട്ട് തുടങ്ങുന്നത് അന്ന് മുതൽ ആരോഗ്യമുണ്ടോ, ബുദ്ധിയുണ്ടോ, പ്രായപൂർത്തിയായിട്ടുണ്ടോ, രോഗിയല്ലാത്ത അവസ്ഥയുണ്ടോ, യാത്രയിലല്ലാത്ത സ്ഥിതിവിശേഷമുണ്ടോ, പിടിച്ചേ തീരൂ. മാറി നിൽക്കാൻ അവകാശം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമില്ല. ഈ 2 സന്ദർഭങ്ങളല്ല, ഒന്നുകിൽ യാത്ര അല്ലെങ്കിൽ രോഗി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആർത്തവത്തിന്റെയും പ്രസവരക്തം പുറപ്പെടുന്ന സന്ദർഭങ്ങളിലും പ്രസവത്തിന്റെയും ഘട്ടങ്ങളിൽ അവർക്ക് നോമ്പ് പിടിക്കാൻ പാടില്ല. പക്ഷെ അത് പിന്നെ നോറ്റ് കിട്ടണം. രോഗിയാണെങ്കിലോ രോഗം 2 തരത്തിലുണ്ട് നമുക്കറിയാം. ചിലപ്പോൾ പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ച് വേഗം അങ്ങോട്ട് മാറും. അപ്പൊ ആ 2 ദിവസം നോമ്പ് പിന്നീട് പിടിച്ചു കിട്ടിയാൽ മതി. അതേസമയം നിത്യരോഗി, നോമ്പ് പിടിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അങ്ങേയറ്റം രോഗഗ്രസ്തനായി പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിലെത്തി ഇനി അത് വീട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത് എങ്കിൽ അതിന് ഫിദിയ കൊടുക്കണം. തആമു ഫിദിയ, ഫിദിയത്ത് മിസ്കീൻ. ഒരു സാധുവിന് ആഹാരം ഫിദിയായിട്ട് കൊടുക്കണം. നമ്മൾ ഫിദിയും കൊടുക്കൂല, നോമ്പും പിടിക്കൂല. അങ്ങനെ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? പിന്നെ ഈ നോമ്പിനെ കുറിച്ച് റമളാനെ കുറിച്ച് നമ്മൾ കണ്ട ക്ഷോഭം നടത്തിയിട്ട് എന്ത് കാര്യം നമുക്കുള്ളത്? ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിലാണ് നാം കൃത്യമായി അനുഷ്ഠിച്ചു പോകുക. അതുകൊണ്ട് ഒരുപാട് തന്നെയല്ല, അകാരണമായി ഈ പറഞ്ഞ റുക്സകൾ, ആനുകൂല്യങ്ങൾ, ഇപ്പൊ പറഞ്ഞ റുക്സകൾ ഉണ്ടല്ലോ, യാത്ര, രോഗം, സ്ത്രീകളുടെ അവസ്ഥ, ഇതൊക്കെ പിന്നെ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആര് നോമ്പ് വിട്ടാലും അകാരണമായി ഹദീസിൽ ഫീ ഗൈരി റുഖ്സത്തിൻ റഖസഹ അല്ലാഹുന, അല്ലാഹു നിശ്ചയിച്ച ആനുകൂല്യം, റുഖ്സകൾ വേണ്ട അല്ലെങ്കിൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞ നിലയിലുള്ള അക്കാര്യങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയിൽ അകാരണമായി ഒരു കാരണവുമില്ലാത്ത നിലയിൽ ആരെങ്കിലും നോമ്പ് വർജിച്ചാൽ, ഉപേക്ഷിച്ചാൽ അവൻ കാലം മുഴുവനും ദഹർ എന്നുള്ള പ്രയോഗ, ദഹറിന് കാലം എന്നർത്ഥമുണ്ട്, വർഷം എന്നർത്ഥമുണ്ട്. 2 അർത്ഥം വെച്ചാലും ശരി, കാലം മുഴുവൻ നോമ്പ് പിടിച്ചാലും വർഷം മുഴുവൻ നോമ്പ് പിടിച്ചാലും ആ അകാരണമായി വിട്ട, റമദാനിൽ വിട്ട ഒരു ദിവസത്തിന്റെ നോമ്പിന് പകരമാവില്ല. പിന്നെ എന്തിനാ ഈ ബുദ്ധിമുട്ടുന്നത്? അതാണ് റമദാനിലെ ഒരു ദിവസത്തെ നോമ്പിന്റെ ശ്രേഷ്ഠത. അകാരണമായി വിട്ടാൽ മറ്റു കാലങ്ങളിൽ കാലം മുഴുവൻ പിടിച്ചാലും വർഷം മുഴുവൻ പിടിച്ചാലും വീടപ്പെടാത്തത്ര ശ്രേഷ്ഠത ഈ റമദാനിലെ ഒറ്റ ദിവസത്തെ നോമ്പിനുണ്ട് എങ്കിൽ അതങ്ങോട്ട് പിടിച്ചാൽ പോരെ. അകാരണമായി നമ്മൾ എന്തിനു വിടണം? ഇപ്പൊ നമ്മൾ കടക്കാൻ പോകുന്ന നോമ്പ് അത്ര ഈസി ആയിട്ടൊന്നും ആരും വിചാരിക്കണ്ട. കഠോര നോമ്പായിരിക്കും. അത്ര നല്ല ചൂട് സമയമാണിപ്പം. റമദാനിലെ നോമ്പിന് അങ്ങനെ ഒരു ശ്രേഷ്ഠതയുണ്ട്. എന്താ? മാറി മാറി വന്നുകൊണ്ടിരിക്കും. മഴക്കാലത്തും പിടിക്കാം, ഇപ്പൊ ശൈത്യകാലം കേരളത്തിൽ ഇല്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല.
ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ചൂടുകാലത്ത് വരും, മഴകാലത്ത്. അതാണ് നോമ്പിന്റെ ഒരു ശ്രേഷ്ഠത. ഏത് കാലത്തും ഏത് പരിതസ്ഥിതിയിൽ എവിടെ ജീവിക്കുന്നവർക്കും കൃത്യമായി അനുഷ്ഠിച്ചു പോകാവുന്ന നിലയിലുള്ള സംവിധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെടുത്തി ഒരുക്കിയിട്ടുള്ളത്. ആ ഒരു നോമ്പ് നമ്മൾ പിടിക്കേണ്ടത് ഈമാനോടും ഇഹ്തിസാബോടും കൂടി ആവുക. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശരിയായ വിശ്വാസം. എല്ലാവരും നോമ്പ് പിടിക്കുന്നു, ഞാൻ നോമ്പ് പിടിക്കാതിരുന്നാൽ മോശമല്ലേ എന്നല്ല. മോശമില്ല, നോമ്പ് പിടിക്കാതിരുന്ന ഒരു കുഴപ്പമില്ല, ഈ പറഞ്ഞൊക്കെ ഉള്ളൂ കുഴപ്പമുണ്ടാവുള്ളൂ. അതേസമയം പിടിക്കുമ്പോൾ ഈമാൻ ഉണ്ടാകണം, ഇഖ്ലാസും ഉണ്ടാകണം. അതാണ് ഈമാനൻ വഹ്തിസാബൻ എന്ന് പറഞ്ഞത്. ഈ രണ്ട് നിബന്ധനകളോട് കൂടി ആര് നോമ്പനുഷ്ഠിച്ചാലും ശരി, ഉസ്റ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. പ്രിയമുള്ളവരെ, അത്ര നിസ്സാരമായി കാണാതിരിക്കുക. വളരെ ശ്രദ്ധയോടെ നോമ്പ് പിടിക്കുന്നവരാണ് നമ്മൾ. ഒരുപാട് നേട്ടങ്ങൾ ഇതുകൊണ്ടുണ്ട്. വിശ്വാസം വർദ്ധിക്കുന്നു, നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നു, നന്മകളിൽ മുഴുകാനുള്ള താല്പര്യം ജനിക്കുന്നു, തെറ്റുകളിലേക്ക് മനസ്സ് ചാഞ്ഞു പോകുന്നതിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുന്നു, പാപമോചനം ലഭിക്കുന്നു, അള്ളാഹുവിന്റെ കാരുണ്യത്തിന് റഹ്മത്തിന് അർഹരാകുന്നു, പൈശാചികതയെ സർവ പൈശാചികതകളെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള തന്റെ ഇടമാർജിക്കുന്നു. അതുപോലെ തന്നെ വിശപ്പും ദാഹവും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരുടെ, ദരിദ്രരായ ആൾക്കാരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്ന് അനുഭവിച്ചറിയാൻ വഴിയൊരുക്കുന്നു. നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നോമ്പ് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ക്ഷമാശീലം അത് ശീലിക്കാൻ കഴിയുന്നു. അതിനൊക്കെ പുറമെ ഭൗതികമായി, ശാരീരികമായി, ആരോഗ്യപരമായി ഒരുപാട് നേട്ടങ്ങൾ വേറെയുമുണ്ട്. പക്ഷെ അതിനല്ല നോമ്പ് പിടിക്കുന്നതെന്ന് മാത്രം. ഇത്രയും ശ്രേഷ്ഠമായ നാളുകളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. അതിനെ അള്ളാഹുവിന്റെ റസൂല് സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ സഹാബത്ത് ഏത് രൂപത്തിൽ സന്തോഷപൂർവ്വം അതിനെ സ്വീകരിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ആ മാസത്തെ ധന്യമാക്കുകയും ചെയ്തുവോ അതുപോലെ ചെയ്യുവാനുള്ള മാനസികാവസ്ഥ ഇനിയെങ്കിലും, ദിവസം വളരെ അടുത്തിട്ടുണ്ട്, ആർജിച്ചെടുക്കാൻ ഞാനും നിങ്ങൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആസന്നമാകുന്ന റമളാനെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെതായ രൂപത്തിൽ സ്വീകരിക്കാനും ആരാധനകൾ ധന്യമാക്കുവാനുമുള്ള ആരോഗ്യവും കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسوله الأمين وعلى آله وصحابه الفائزين برضا الله أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. പരിശുദ്ധ റമളാനിൽ പകലിൽ വ്രതം അനുഷ്ഠിക്കുന്നതോടൊപ്പം രാത്രിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ഖിയാമുൽ ലൈൽ, അല്ലെങ്കിൽ ഖിയാമു റമളാൻ, അല്ലെങ്കിൽ തറാവീഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം. നോമ്പിനെ കുറിച്ച് പറഞ്ഞ അതേ വചനം സാമ എന്ന വാക്ക് ഖാമ എന്നാക്കിയാൽ തുല്യ പ്രതിഫലമാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഞാൻ ഹദീസ് സൂചിപ്പിച്ചു. റമളാനിൽ ആരെങ്കിലും ഈമാനോടും ഇഹ്തിസാബോടും കൂടി വ്രതമനുഷ്ഠിക്കുന്നുവോ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇത് മൻ ഖാമ റമളാനാണ്. റമളാനിൽ ആരെങ്കിലും ഈമാനോടും ഇഹ്തിസാബോടും കൂടി നിന്ന് നമസ്കരിച്ചാൽ, ഖിയാമുൽ ലൈൽ നിർവഹിച്ചാൽ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അത്ര ശ്രേഷ്ഠമായ ഒരു കർമ്മമായിട്ടാണ് രാത്രി നമസ്കാരത്തെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അത് കഴിയുന്നതും ദീർഘമായി ഓതി നമസ്കരിക്കുന്ന ഇമാമുമാരുടെ പിന്നിൽ നമസ്കരിക്കാൻ ശ്രമിക്കുക. അതാണ് ചെയ്യേണ്ടത്. അതിനാണ് പ്രതിഫലം. നമ്മൾ ഒരുപാട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 10 20 ഓടിപ്പോയിട്ടൊരു കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്തിനേക്കാൾ കൂടുതൽ റമളാനിലോ റമളാൻ അല്ലാത്തപ്പോഴോ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് കൃത്യമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് നമുക്ക് കാണാം. അതുകൊണ്ട് അവിടെത്തറ ഇവിടെത്തറ അവിടെത്തറ എന്നുള്ള ചർച്ചയ്ക്കല്ല പ്രാമുഖ്യം. എന്തിനാണ് പിൻബലം? ഏതാണ് തെളിവിന്റെ പിൻബലം? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനാണ് പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതും. അപ്പൊ രാത്രി നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ റമളാൻ ആവുമ്പോൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ
നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. ദാനധർമ്മങ്ങളുണ്ട്, സക്കാത്തുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഈ രംഗത്തൊക്കെ പ്രവാചകൻ ഒരുപാട് മാതൃക കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ റമദാനായി കഴിഞ്ഞാൽ നമ്മുടെ ഏത് കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് ആവശ്യമാണ്. നാളെ നോമ്പാണെങ്കിൽ ഇന്ന് ആ നോമ്പിന്റെ നിയ്യത്തോടു കൂടി വേണം നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കാൻ. നമുക്കെല്ലാവർക്കും അറിയാം, നിയ്യത്ത് ചൊല്ലിപ്പറയാൻ വേണ്ടി പറയുന്നതല്ല. നാളത്തെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു അള്ളാഹുവിന് വേണ്ടി എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കണം. ഫജറിന് മുമ്പ്, അത്താഴത്തോടൊപ്പമോ അത്താഴത്തിന് മുമ്പോ എപ്പോഴും ആകാം. ആ നിലയിൽ നിയ്യത്ത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നോമ്പിന് വേണ്ടി എന്തെങ്കിലും ഒരു അല്പം ഭക്ഷണം, അതൊരു ഞുറുക്ക് വെള്ളമാണെങ്കിലും വേണ്ടില്ല, എന്ത് പാനീയമാണെങ്കിലും വേണ്ടിയില്ല, ആ സെഹറിന്റെ സമയത്ത്, അത്താഴ സമയത്ത് എന്തെങ്കിലും ഒന്ന് കഴിക്കുക എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. നമ്മുടെയും വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് അക്ലത്തു സുഹൂറാണ്, അത്താഴം കഴിക്കലാണ്. അപ്പൊ ആ കാര്യം അത്താഴം കഴിക്കുന്നതിന് പരമാവധി അത്താഴം പിന്തിച്ച് ഫജ്റോട് അടുത്ത സമയത്ത് കഴിക്കുക. എന്നിട്ട് ഫജ്ർ നമസ്കാരവും കഴിഞ്ഞ് വിശ്രമിക്കുക. അല്ലാതെ ഒരു 12-2 മണിക്കൊക്കെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി സുബഹിയുടെ ആ റമദാനിലെ സുബഹി അതിന്റെ ജമാഅത്ത് അതൊക്കെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സങ്കടം വേറെ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അപ്പം സുഹൂർ പിന്തിക്കാനാണ് റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സഹാബത്തിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ അത്താഴം കഴിക്കുന്നതിന്റെയും സുബഹിക്ക് പുറപ്പെടുന്നതിന്റെയും ഇടയിലുള്ള സമയം എത്രയാന്ന് ചോദിച്ചപ്പോൾ 50 ആയത്തുകൾ ഓതുന്നത്ര സമയമാണെന്നാണ് ഹദീസിൽ പരാമർശിച്ചിട്ടുള്ളത്. നമുക്ക് അത്ര പിന്തിച്ച് അത് ചെയ്യുക. അതുപോലെ നോമ്പ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇഫ്താറിന് ധൃതി കൂട്ടുക, സമയമായാൽ പിന്നെ പിന്തിക്കാതിരിക്കുക. ഇതൊക്കെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ നോമ്പായി കഴിഞ്ഞാൽ നാക്ക് സൂക്ഷിക്കുക, കണ്ണ് സൂക്ഷിക്കുക, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നിയന്ത്രിക്കപ്പെടുക. ആ നിലയിൽ ഒരു നിയന്ത്രണം, സമൂലമായ നിയന്ത്രണം നോമ്പിൽ ആവശ്യമാണ്. ഇനി ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ട് പലതും നമുക്ക് മനസ്സിലാക്കാനുള്ളത് കൊണ്ട് കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ, ഖിയാമുൽ ലൈലിന്റെ കാര്യവും സുഹൂറിന്റെ കാര്യവും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്നതിന്റെ സമയമായാൽ തുറക്കുന്നതിന്റെ പ്രാധാന്യവും പിന്നെ ദാനധർമ്മങ്ങളും അതുപോലുള്ള കാര്യങ്ങളുടെ ഒക്കെ ശ്രേഷ്ഠത വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കി ഉൾക്കൊള്ളുക. വരാനിരിക്കുന്ന റമദാനിനെ അങ്ങനെ സ്വീകരിക്കാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും വരാൻ പോകുന്ന റമദാനിനെ പൂർണ്ണമായ രൂപത്തിൽ ഉൾക്കൊള്ളാനുള്ള സർവ്വ തൗഫീഖും നമുക്കേവർക്കും പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പരസ്പരമുള്ള പ്രാർത്ഥനകൾ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അതും കൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഒരുപാട് കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലാണ് ഈ വർഷത്തെ റമദാൻ കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥന ഈ മർദ്ദിതർക്ക് വേണ്ടിയുള്ള ഫലസ്തീനിലും മറ്റു പല ഇടങ്ങളിലും, അതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അതിൽ നമുക്ക് നമ്മളുടെ നിലനിൽപ്പിനെ ഇനിയും ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലുള്ള ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട ആളുകൾ കൂടിയാണ് എന്ന് ഓർക്കുക നാം ഓരോരുത്തരും. കാരണം നമ്മുടെ നാടിലെ, നമ്മുടെ സമാധാനത്തോടു കൂടിയുള്ള നിലനിൽപ്പിന് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക. അതിനുവേണ്ടിയിട്ടുള്ള പരസ്പരമുള്ള പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉണ്ടാകണം. കാരണം റമദാനിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന നാളുകളാണ്. ഒരു മനുഷ്യന്റെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി മലക്കുകൾ ആമീൻ പറയുകയും ചെയ്യുന്നൊക്കെ നമുക്കറിയാം. അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഇന്ന് നമ്മളുടെ ഫണ്ട് കളക്ഷന്റെ ദിവസമാണ്. നമുക്കറിയാം, ഈ മാസത്തെ സർവാത്മന സഹകരിക്കണം. നമ്മൾ പാവപ്പെട്ടവർക്ക് വേണ്ടി അതിൽ നാം ഒരുപാട് സഹായം ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒപ്പം റമദാനായാൽ ഒരുപാട് യാചകർ ഈ പള്ളിയുടെ മുമ്പിൽ വരും. ദയവ് ചെയ്ത് ഒരൊറ്റ ആളെയും പൈസ കൊടുത്ത് നിങ്ങൾ സഹായിക്കരുത്. വളരെ നിർബന്ധപൂർവ്വം ഞാൻ ഉണർത്തുകയാണ് മിമ്പറിൽ നിന്നുകൊണ്ട് തന്നെ. കാരണം
നിങ്ങളിൽ നിന്ന് വാങ്ങാവുന്നത് പരമാവധി വാങ്ങിക്കൊണ്ട് വീണ്ടും ഓഫീസിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ചിലരെയൊക്കെ നോട്ട് ചെയ്ത് ഞങ്ങൾ അകറ്റി നിർത്താറുണ്ട്. പക്ഷെ എപ്പോഴും അത് കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്തത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഈ റമദാനാവുമ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. യാചനയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. മറിച്ച് എന്താണോ അവർക്ക് അർഹതയുള്ളവരാണ് എങ്കിൽ നിങ്ങൾ നൽകുന്ന ഫണ്ടിൽ നിന്ന് തന്നെ നമ്മളത് നൽകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു വിഷമത്തിന്റെ ആവശ്യമില്ല. അത് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ റമദാനാകുമ്പോൾ നമ്മൾ പള്ളിയിൽ സംഘടിതമായി ഇഫ്താർ ഉണ്ടാകും. ഈ പാവപ്പെട്ടവർക്ക് കിറ്റ് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് അതൊക്കെ നിങ്ങൾക്കറിയാം. അതിനൊക്കെയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെയുള്ള സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് ഉണ്ടാകണം. ഇഫ്താറിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 5000 രൂപയാണ്. അത് ലിമിറ്റ് ചെയ്താണ്, അവിടെ നിൽക്കൂല. അതുകൊണ്ട് അതിൽ താഴെ തരാൻ പറ്റുന്നവരിൽ നിന്നും നമ്മൾ വാങ്ങും. എന്നിട്ട് അതെല്ലാം കൂടി സമാഹരിച്ച് ഇവിടെ വരുന്ന നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ അന്യ സ്റ്റേറ്റുകാരായ സഹോദരന്മാർ എല്ലാ പള്ളികളിലും ഉണ്ട്. ഇവിടെ ധാരാളമായി ഉണ്ടാകാറുണ്ട്. അവരെയാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത് എന്ന് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് നിങ്ങളുടെ സഹായമുണ്ടാകണം. ഈ പാവപ്പെട്ടവർക്ക് നമ്മൾ നൽകുന്ന കിറ്റിന് ഒരാൾക്ക് 1000 രൂപ വെച്ച് ഉള്ള കിറ്റാണ് നമ്മൾ നൽകാറുള്ളത്. ഒട്ടും മോശമല്ലാത്ത കിറ്റ്. അത് ഈ വർഷവും ഇൻഷാ അല്ലാഹ് നമ്മൾ സംഘടിപ്പിച്ച് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ സഹായമുണ്ടാകണം. മറ്റെന്തെല്ലാമാണോ റമദാൻ മാസവുമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ടത് അതിലൊക്കെ നിങ്ങളുടെ സഹായ സഹകരണങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ചക്കിടയിലും ഈ വെള്ളിയാഴ്ചക്കിടയിലും നമ്മെ അറിയുന്ന പല സഹോദരന്മാരും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അസ്ലം സേട്ട് ഒരു സർജറിക്ക് വിധേയനാകുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സർജറി വിജയപ്രദമാക്കി കൊടുക്കുകയും പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു വലിയ ആക്സിഡന്റിൽപ്പെട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ്. ബോധം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ സഹോദരന് വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹു ആ ചെറുപ്പക്കാരന് എത്രയും വേഗം അവന്റെ ജീവിതം തിരിച്ചു കൊടുക്കുകയും അവന് സംഭവിച്ച പ്രയാസങ്ങളെ അകറ്റിക്കൊടുക്കുകയും പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കുവാനും ആ കുടുംബത്തിന് വീണ്ടും ഉപകാരിയായി തീരുവാനും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരക്കിടാങ്ങളെയും നാം എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر من نصر دينك يا رب العالمين. اللهم خذل من خذل دينك يا رب العالمين. اللهم انصر إخواننا المسلمين المجاهدين في فلسطين يا أرحم الراحمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.